الحمد لله الحمد لله الواحد القهار غافر الذنب وقابل التوبة شديد العقاب المتفرد بالبقاء والدوام والمتفضل على عباده بالإحسان والإنعام أحمده حمد من قال ربي الله ثم استقام الصلاة والسلام على رسوله المصطفى الذي بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والله جعل لكم من أنفسكم أزواجا وجعل لكم من أزواجكم بنين وحفدا ورزقكم من الطيبات أفبالباطل يؤمنون وبنعمة الله هم يكفرون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അനുഷ്ഠിച്ചും പാലിച്ചും മുന്നോട്ട് പോവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവശക്തനായ അള്ളാഹു അവൻ്റെ വിധിവിലക്കുകളെ യഥാവിധി അനുസരിച്ചും പാലിച്ചും ജീവിക്കുവാനുള്ള ആരോഗ്യവും തൗഫീഖുമേകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മനുഷ്യൻ്റെ സൃഷ്ടിപരമായ ആവശ്യമാണ് കുടുംബം എന്ന് പറയുന്നത്. പ്രകൃതിപരമായ അനിവാര്യതയും നാനോന്മുഖമായ വികാസത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനവുമാണ് ഒരു മനുഷ്യന്റെ കുടുംബം. അവന്റെ സംരക്ഷണത്തിനും പരിപാലനത്തിനും കുടുംബം അനിവാര്യമാണ്. ആ കുടുംബം നന്നാകുമ്പോഴാണ് ഒരു സമൂഹം നന്നാകുന്നത്. ഒരു കുടുംബത്തിന്റെ ഭദ്രതയാണ് ഒരു സമൂഹത്തിന്റെ ഭദ്രത. ഒരു കുടുംബത്തിന്റെ ആരോഗ്യമാണ് ഒരു സമൂഹത്തിന്റെ ആരോഗ്യം. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹമായിട്ടാണ് കുടുംബമെന്ന് പറയുന്ന സ്ഥാപനത്തെ അള്ളാഹു അവതരിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ നമുക്കിങ്ങനെ കാണാം, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഇണകളെ അള്ളാഹു നിശ്ചയിച്ചു നൽകി. വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദ. നിങ്ങളുടെ ഇണകളിലൂടെ നിങ്ങൾക്ക് മക്കളെയും പേരമക്കളെയും തന്നു. വറസഖക്കും മിനത് ത്വയ്യിബാതി. ഏറ്റവും നല്ല രൂപത്തിലുള്ള ഉപജീവന മാർഗം നിങ്ങൾക്ക് ലഭ്യമാക്കുകയും ചെയ്തു. ഒരു മനുഷ്യക്കുഞ്ഞിന് ഭക്ഷണമായി, അവന് വസ്ത്രമായി, അവന് പാർപ്പിടമായി, അവന് ചികിത്സയായി, ജീവിതത്തിന്റെ എല്ലാ ഉപജീവനങ്ങളും നേടിക്കിട്ടുന്ന ഒരു സംവിധാനം നിങ്ങൾക്ക് കുടുംബത്തിലൂടെ ഉണ്ടാക്കി തന്നു. അഫബിൽ ബാത്തിലി യുഅ്മിനൂൻ. എന്നിട്ടും അർത്ഥശൂന്യമായതിൽ വിശ്വസിക്കുന്നുവോ നിങ്ങൾ? വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ നിഷേധിക്കുകയാണോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ ഇണതുണകളായി, അതിൽ മക്കളെയും പേരമക്കളെയും തന്ന് കുടുംബമെന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നമ്മുടെ ജനനത്തിൽ സന്തോഷിക്കുന്ന മാതാപിതാക്കളെയും നമ്മുടെ വളർച്ചയിൽ കൈപിടിക്കുന്ന പാരൻസിനെയും നൽകിയത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ നിഅമത്തായിട്ടാണ്
മനുഷ്യവർഗത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കുടുംബം എന്ന് പറയുന്ന സ്ഥാപനം വളരെ ഗൗരവത്തോടുകൂടി വിശ്വാസികൾ പരിഗണിക്കേണ്ട ഒന്നാണ്. ആ കുടുംബത്തിന് വേണ്ടി അള്ളാഹു പറഞ്ഞ വാക്ക് തന്നെ അന റഹ്മാൻ, ഞാനാണ് അർ-റഹ്മാൻ, കരുണയുടയവൻ. വർ-റഹം, ആ അർ-റഹ്മാൻ എന്ന എന്റെ വിശേഷണത്തിൽ നിന്ന് ശഖഖ്തു ഇസ്മൻ, ഞാനൊരു നാമത്തെ അടർത്തിയെടുത്ത് നിങ്ങൾക്ക് തന്നതാണ് കുടുംബമെന്ന് പറയുന്ന അർ-റഹം എന്ന് പറയുന്ന വാക്ക്. ആരാണോ അത് ചേർത്ത് പിടിക്കുന്നത്, അവർ ഞാനുമായി ബന്ധം ചേർത്തവരും, ആരാണോ ആ കുടുംബം തകർക്കുന്നത്, അവർ ഞാനുമായുള്ള ബന്ധം നശിപ്പിച്ചവരുമാണ് എന്നാണ് ഖുദുസിയായ ഹദീസിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നേരിട്ട് പറഞ്ഞതായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുടുംബം എന്ന് പറയുന്ന സ്ഥാപനത്തിന് പരിക്കുണ്ടാക്കുന്ന ഒരു പ്രവർത്തനത്തെയും അള്ളാഹു അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, അത് അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയമാകുന്ന വൻപാപങ്ങളായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യുസ്വല വയുഫ്സിദൂന ഫിൽ അർളി ഉലൈക ഹുമുൽ ഖാസിറൂൻ. പരലോക പരീക്ഷയിൽ പരാജയപ്പെട്ടവരാണ് കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവരും കുടുംബമെന്ന സ്ഥാപനത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നവരും അങ്ങനെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരും എന്ന് സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തി. ഇതാ നിങ്ങളെ അൻ തുഫ്സിദു ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. എങ്ങനെ? വതുഖത്തിഉ അർഹാമക്കും, കുടുംബത്തിൽ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടും കുടുംബത്തിൽ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കിക്കൊണ്ടുമാണ് നിങ്ങൾ ഫസാദ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഉലൈകല്ലദീന ലഅനഹുമുല്ലാ, അത്തരം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ കുടുംബം എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വിള്ളലുണ്ടാക്കുകയോ പ്രതിസന്ധി സൃഷ്ടിക്കുകയോ ചെയ്യുന്നത് വൻ പാപമായിട്ടും അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമാകുന്ന പ്രവർത്തനമായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യസാക്ഷാത്കാരമാണ് സ്വർഗം നേടുക എന്ന് പറയുന്നത്. പക്ഷേ സ്വർഗം നിഷേധിക്കപ്പെടുന്ന, അത് നൽകപ്പെടാതിരിക്കാൻ കാരണമാകുന്ന അപരാധമാണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. നാളെ പരലോകത്ത് സ്വർഗത്തിലെത്തണമെങ്കിൽ നരകത്തിന് കുറുകെയുള്ള സിറാത്ത് മുറിച്ചു കടക്കണമെന്നതാണ്. ആ സിറാത്തിന്റെ രണ്ട് വശങ്ങളിലായി രണ്ട് കാര്യങ്ങൾ നിലയുറപ്പിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിലൊന്ന് കുടുംബ ബന്ധമാണ്. കുടുംബം എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നവരാരാവട്ടെ അവർ നരകക്കുണ്ട് താണ്ടുകയില്ല എന്നതാണ് ആ ഹദീസിലെ ഏറ്റവും വലിയ താക്കീത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അത്രമേൽ ഗൗരവത്തോടു കൂടിയാണ് കുടുംബമെന്ന സ്ഥാപനത്തെ അള്ളാഹു പരിഗണിക്കുന്നത്. എന്നാൽ നമ്മുടെയൊക്കെ ആധുനിക സമൂഹത്തിലെ കുടുംബങ്ങളിൽ ധാരാളക്കണക്കിന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്ക് കാണുവാൻ സാധിക്കും. ആ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത് ആരാവട്ടെ അതൊരു കുടുംബത്തിന് തലവേദനയായി, കുടുംബത്തിൽ ഇതൊരു പ്രശ്നമായി മാറുകയും അതിനിമിത്തം നാട്ടിലും നമ്മുടെ സമൂഹത്തിലും പ്രശ്നങ്ങൾ മുളപൊട്ടുകയും ചെയ്യുന്നുവെങ്കിൽ അത് വൻ പാപമായിട്ടാണ് ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളത്. ആധുനിക കുടുംബങ്ങളിൽ കാണപ്പെടുന്ന ധാരാളക്കണക്കിന് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് ഇസ്ലാമികമായ പരിഹാരങ്ങളുമുണ്ട്. ഇവിടെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വലിയ പ്രശ്നവും പ്രതിസന്ധിയുമാണ് പലപ്പോഴും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ല എന്നുള്ളത്. കുടുംബത്തിലെ ഓരോ കണ്ണികൾക്കും അവരവരുടേതായ ബാധ്യതകളും കടമകളും ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളുമുണ്ട്. വിവാഹ ജീവിതത്തോടുകൂടി ആരംഭിക്കുന്ന പുണ്യങ്ങളുടെ ഒരു മേച്ചിൽപ്പുറത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റസഖഹുല്ലാഹു ഇംറഅ, ഒരാളുടെ ജീവിതത്തിലേക്ക് അവന്റെ സഖിയായി അള്ളാഹു ഒരു ഇണയെ നൽകിയാൽ ഫഖദ് അആനഹു ഫീ ശത്രി ദീനിഹി, മതത്തിന്റെ പകുതി കാര്യത്തിൽ അള്ളാഹു അയാളെ സഹായിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. തന്റെ ജീവിതത്തിലേക്ക് ഒരു കല്യാണം കഴിക്കുന്നതോടുകൂടി അതിലൂടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതോടുകൂടി മതത്തിന്റെ പകുതി പുണ്യം അയാൾക്കത് വഴി ലഭ്യമാണ് എന്നതാണ്. ഫൽയത്തഖില്ലാഹ ഫി ശത്രിൽ ബാഖി, ബാക്കി വരുന്ന പകുതിയിൽ അയാൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പാലിച്ച് ജീവിക്കട്ടെ. നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഉംറയും മറ്റു പുണ്യകർമ്മങ്ങളും മതത്തിന്റെ പകുതിയിലേക്ക് മാറ്റിവെച്ചാൽ
ബാക്കി വരുന്ന പകുതി ഒരു വിശ്വാസിക്ക് നേടിയെടുക്കാനുള്ള മേച്ചിൽപ്പുറമാണ് കുടുംബജീവിതവും കുടുംബജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും എന്ന് നാം തിരിച്ചറിയണം. ഒരു ഭർത്താവിന്റെ കടമകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുമ്പോൾ, ഒരു ഭാര്യയുടേതായ കടമകൾ നിർവഹിക്കുമ്പോൾ, ഒരു വാപ്പയുടെയും ഉമ്മയുടെയും മക്കളുടെയും കടമകൾ നിർവഹിക്കുമ്പോൾ അതുവഴി അവർക്ക് പരലോകത്ത് വമ്പിച്ച പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാനുള്ള പുണ്യങ്ങളുടെ ലോകമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. എന്നാൽ ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പുറകോട്ട് പോവുകയും അതൊരു വലിയ കുടുംബ പ്രശ്നമായി മാറുകയും ചെയ്യുന്നത് ആധുനിക സമൂഹത്തിലെ ഒരു വലിയ ട്രെൻഡായി നിലനിൽക്കുന്നതാണ്. ഭാര്യയുടെയും ഭർത്താവിന്റെയും മാതാപിതാക്കൾ അവരുടെയും കടമകൾ നിർവഹിക്കാതിരിക്കുക എന്ന് പറയുന്നത് അക്രമമാണ്, അനീതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ അറളനൽ അമാനത അല സമാവാതി വൽ അർളി വൽ ജിബാൽ. ഉയരം കൊണ്ട് പ്രതീകമായ ആകാശങ്ങൾക്ക് മുന്നിൽ, ശക്തി കൊണ്ട് പ്രതീകമായ പർവ്വതങ്ങൾക്ക് മുന്നിൽ, വിശാലത കൊണ്ട് പ്രതീകമായ ഭൂമിക്ക് മുന്നിൽ പടച്ച റബ്ബിന്റെ കൽപ്പനകളെയും വിധിവിലക്കുകളെയും പാലിക്കുക എന്ന അമാനത്തിന് അള്ളാഹു അവതരിപ്പിച്ചപ്പോൾ ഫഅബൈന അൻ യഹ്മിൽനഹ, അവ അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. വഅഷ്ഫഖ്ന മിൻഹാ, അള്ളാഹുവിന്റെ ശിക്ഷയെ അവ ഭയന്നു. എന്നാൽ ഫഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ പടച്ച റബ്ബ് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ ഞങ്ങൾ നിർവഹിച്ചോളാം, എന്ത് അമാനത്ത് ഞങ്ങളോട് പറഞ്ഞാലും, ഏത് റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞാലും ഞങ്ങൾ ചെയ്തോളാമെന്ന് മനുഷ്യൻ ഏറ്റെടുത്തിരിക്കുന്നു. ഇന്നഹു കാന ളലൂമൻ ജഹൂല, അവൻ തന്റെ ഉത്തരവാദിത്ത നിർവഹണത്തിൽ അനീതി കാണിക്കുന്നവനും അക്രമം പ്രവർത്തിക്കുന്നവനും അവിവേകിയുമാണല്ലോ എന്നാണ് അള്ളാഹു ആ വചനത്തിൽ അനുബന്ധം പറഞ്ഞത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ഏറ്റെടുത്ത അമാനത്ത് എന്ന് പറയുന്നത് ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളും ഏറ്റെടുക്കാൻ ഭയന്ന ഉത്തരവാദിത്തമാണ്. അത് ജീവിതത്തിന്റെ ഏത് രംഗത്ത് പടച്ച റബ്ബ് ഏൽപ്പിച്ചാലും ഞങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞിട്ട് ആ രംഗത്ത് അനീതിയും അക്രമവും ചെയ്താൽ വാനത്തിൽ വുജൂഹുലിൽ ഹയ്യിൽ ഖയ്യൂം ഫഖദ് ഖാബ മൻ ഹമല ദുൽമ, മുഖങ്ങളൊക്കെ കീഴ്പ്പെട്ട് ഉടുതുണിയില്ലാതെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. വഖദ് ഖാബ മൻ ഹമല ദുൽമ, അന്ന് ഉത്തരവാദിത്തങ്ങളിൽ അന്യായം പ്രവർത്തിച്ചവർ പരാജയപ്പെട്ടു പോകുന്ന ദിവസമാണ് എന്ന് സൂറത്തു ത്വാഹയുടെ 111 വചനത്തിൽ അള്ളാഹു ഒരു താക്കീത് അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അമാനത്തുകളുടെ വിഷയത്തിൽ ഒരു പിതാവിന്റെ ബാധ്യതകൾ അറിയണം, ഒരു മാതാവിന്റെ ബാധ്യതകൾ അറിയണം, ഒരു കുടുംബം പുലർത്തുന്നവർ ആ കുടുംബത്തിലുള്ള തങ്ങളുടെ കടമകൾ അറിയണം. അതറിയാത്ത മക്കൾ പലപ്പോഴും കുടുംബത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, മാതാപിതാക്കൾക്ക് കണ്ണീരുണ്ടാക്കുന്നു, കുടുംബത്തിന്റെ സമാധാനപരമായ മുന്നോട്ടു പോക്കിന് വിഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ കടമകൾ നിർവഹിക്കുന്നിടത്ത് എന്ത് ഉത്തരവാദിത്ത ലംഘനങ്ങൾ വരുത്തിയാലും അത് അവർക്ക് പരലോക പരാജയമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ എത്ര ഉപ്പമാരുണ്ട്, പരാജയപ്പെട്ടു പോയ ഉപ്പമാർ, ഒരു പുരുഷായുസ് മുഴുവൻ ജീവിച്ചിട്ടും ഒരു നാടിനും നാട്ടുകാർക്കും സർവോപരി പടച്ച റബ്ബിന്റെ ദീനിനും ഉപകാരപ്പെടാത്ത മക്കളെ അവരെ വളർത്തേണ്ടി വരുന്ന മാതാപിതാക്കളുടെ പരലോകത്തുള്ള അവസ്ഥ എന്താണ്? സാമൂഹ്യ ദ്രോഹികളും സ്ത്രീലംഘനന്മാരും കഞ്ചാവിന്റെ വിൽപ്പനക്കാരും സമൂഹത്തിൽ അക്രമം ഉണ്ടാക്കുന്നവരും കുഴപ്പവും കലാപവും സൃഷ്ടിക്കുന്ന അസുരവിത്തുകളെ അവർക്ക് ജന്മം നൽകിയ മാതാപിതാക്കളുടെ അധ്വാനത്തിന്റെ നേട്ടമെന്താണ് എന്ന് ഓരോരുത്തരും കുടുംബമെന്ന ഉത്തരവാദിത്തം നിർവഹിച്ചെടുത്ത് അവരവരിൽ സംഭവിച്ച അനാസ്ഥയെയും ഉദാസീനതയെയും വിലയിരുത്തേണ്ടത് പരലോകത്തിന്റെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നതിന്റെ ഭാഗമാണ്. ഒരു മാതാവിന്റെ കടമകൾ നിർവഹിക്കണമെങ്കിൽ മാതാവ് വീട്ടിലുണ്ടാവണം. പലപ്പോഴും കരിയറാണ് ജീവിതം എന്ന് വിശ്വസിച്ച് കരിയറിനു വേണ്ടി അധ്വാനിക്കുന്ന ചില ആളുകളെ കാണാം. ഒരു പരലോകപരമായ മുഴുവൻ ഉത്തരവാദിത്തങ്ങളെയും വിസ്മരിച്ച് പലപ്പോഴും ഭൗതിക സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന്റെ തിരക്കിൽ അവന്റെ കുടുംബപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന അവസ്ഥകൾ വരെ നമ്മുടെ സമൂഹത്തിലുണ്ട്. മാതാവാവുക എന്നതൊരു ഉത്തരവാദിത്തമാണ്, കുട്ടികളെ പ്രസവിക്കുക എന്നതൊരു ഉത്തരവാദിത്തമാണ്, ആ മക്കളെ വളർത്തുക എന്നതൊരു ഉത്തരവാദിത്തമാണ്. ജോലിക്ക് പോവണമെന്ന് മുറവിളി കൂട്ടുമ്പോഴും അള്ളാഹു പരലോകത്ത് ബാധ്യതയായി പറഞ്ഞ കാര്യങ്ങൾ നിർവഹിച്ചെങ്കിലേ ഏതൊരു പെണ്ണിനും വീട് വിട്ടിറങ്ങാൻ പറ്റുകയുള്ളൂ. അതിൽ പ്രധാനപ്പെട്ടതാണ് ഒരു കുടുംബത്തോടുള്ള ബാധ്യതകൾ, ഒരു വീടിനോടുള്ള ബാധ്യതകൾ.
തന്റെ ഭർത്താവിനോടുള്ള ബാധ്യതകൾ, തന്റെ മക്കളുടെ പരിപാലനത്തിന്റെ വിഷയത്തിലുള്ള ബാധ്യതകൾ, അവർക്കുള്ള സ്നേഹം നിഷേധിച്ച്, അവർക്കുള്ള സാമീപ്യം നിഷേധിച്ച്, അവർക്കുള്ള മുലപ്പാല് പോലും നിഷേധിച്ച് ഭൗതിക സാമ്രാജ്യം കെട്ടിപ്പടുക്കാനും നോട്ടുകെട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും പലപ്പോഴും ആഗ്രഹം ജനിച്ച ചിലർ വീടകങ്ങളിൽ ഇല്ല എന്നത് നാം നമ്മുടെ വീടിന്റെ വിഷയത്തിലും പരലോക ഉത്തരവാദിത്തത്തിന്റെ വിഷയത്തിലും വരുത്തുന്ന ഒരു ലംഘനം തന്നെയാണ്. വീട്ടിൽ വളരെ മാതാപിതാക്കളോട് അനുസരണയോടുകൂടി ജീവിക്കേണ്ട മക്കൾ പക്ഷേ ആ മക്കളുടേതായ കടമകൾ നിർവഹിക്കുന്നതിന് പകരം അവർക്ക് നല്ല ഒരു ജീവിതമുണ്ടാവാൻ വേണ്ടി ഒരായുസ് മുഴുവൻ അവർക്ക് വേണ്ടി രക്ഷാനേത്രങ്ങളുമായി കാവലിരിക്കുന്ന മാതാപിതാക്കളുടെ സ്നേഹവും അവരുടെ കാവലും കരുതലും നിഷേധിച്ച് താന്തോന്നികളായി ജീവിക്കുന്ന മക്കൾ ഒരു കുടുംബത്തിൽ സൃഷ്ടിക്കുന്ന പ്രശ്നം അത് ചെറുതല്ലാത്തതാണ്. അതിന്റെ പേരിൽ എത്രയെത്ര കുടുംബങ്ങളാണ് കണ്ണീര് കുടിക്കുന്നത്. നൊന്ത് പ്രസവിച്ചതിനും പോറ്റി വളർത്തിയതിനും പാലൂട്ടിയതിനും പല മക്കളും തിരിച്ചു നൽകുന്നത് കണ്ണീരും കഥനഭാരവും അപമാനവുമാണ്. ഇങ്ങനെ ഒരു വീട്ടിൽ പ്രതിസന്ധി സൃഷ്ടിക്കുക എന്നതും അമാനത്തുകളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടുക എന്ന് പറയുന്നതുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ വലിയ ഒരു പ്രതിസന്ധിയായി ഇന്ന് കാണാൻ കഴിയും. ഭാര്യ ഭർത്താക്കന്മാർ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടമകളുള്ളതുപോലെ തന്നെ അവകാശങ്ങളുമുണ്ട്. ഇത് രണ്ടും നിഷേധിക്കപ്പെടുകയും തങ്ങളുടേതായ ബാധ്യതകൾ നിർവഹിക്കാതെ വരികയും ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രതിസന്ധിയാണ്. ജോലിക്ക് പോകാത്ത ഭർത്താക്കന്മാർ, കുടുംബം പുലർത്താത്തവർ, ജോലി കണ്ടെത്താത്തവർ, സുഖലോലുപന്മാരായി ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും അവരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ മാത്രം ജീവിക്കുന്ന ചില മനുഷ്യരെ നമുക്ക് കാണാം. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, ഇതാ സ്ത്രീകൾക്കുമേൽ കൈകാര്യകർത്താക്കളും നിയന്ത്രണാധികാരമുള്ളവരുമാണ് പുരുഷന്മാർ. അതുകൊണ്ട് ബിമാ ഫല്ലലല്ലാഹു ബഅദുകും അലാ ബഅദിൻ വബിമാ അൻഫഖു മിൻ അംവാലിഹിം, സമ്പത്ത് ചിലവഴിക്കുക, സമ്പത്ത് കണ്ടെത്തുക, അധ്വാനിച്ചു കൊണ്ടുവരിക, ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭർത്താവിന്റെ ഉത്തരവാദിത്തമായിട്ടാണ് ഖുർആൻ എടുത്തു പറഞ്ഞത്. ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ് വദീനാറുൻ അൻഫഖ്തഹു അലാ റബഖബ വദീനാറുൻ അൻഫഖ്തഹു അലാ മിസ്കീൻ. ഇതാ നിന്റെ കൈകളിൽ വന്നു ചേരുന്ന പണം നീ ഒരു പക്ഷേ സാധുക്കൾക്കും അവരുടെ സംരക്ഷണത്തിനും കണ്ണീരൊപ്പാനും നീ കൊടുക്കാറുണ്ട്. അത് പുണ്യമാണ്. അടിമകളെ മോചിക്കുക എന്ന സാമൂഹിക ബാധ്യതയ്ക്ക് വേണ്ടി നീ പണം ചിലവഴിക്കും. അതിനുമപ്പുറത്ത് പരലോകത്ത് പ്രതിഫലം കിട്ടാൻ ജാരിയായ സ്വതക്കകൾക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി നീ പണം ചിലവഴിക്കും. പക്ഷേ അഫ്ളലുഹ, നീ സമ്പാദിച്ച് കണ്ടെത്തുന്ന പണത്തിൽ, നീ ചിലവഴിക്കുന്ന പണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതും വഅഅലമുഹ അജ്റ, നിനക്ക് ഏറ്റവും കൂലി കിട്ടുന്നത് അൻഫഖ്തഹു അലാ അഹ്ലിക്, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ ചിലവഴിക്കുന്ന പണമാണ്, നിന്റെ മക്കൾക്ക് വേണ്ടി നീ ചിലവഴിക്കുന്ന പണമാണ്, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നീ ചിലവഴിക്കുന്ന പണമാണ്. ഒരു ഡയാലിസിസ് രോഗിക്ക് വേണ്ടി കണ്ണീരൊപ്പാൻ 10,000 കൊടുത്താലും നിന്റെ ഉമ്മാക്കും മക്കൾക്കും ഭാര്യയ്ക്കും നീ നൽകുന്ന പണമുണ്ടല്ലോ, അവർക്ക് നീ ലഭ്യമാക്കുന്ന ജീവിത സൗകര്യങ്ങളുണ്ടല്ലോ, അവർക്ക് നീ നിറവേറ്റി കൊടുക്കുന്ന ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങളുണ്ടല്ലോ, അവർക്ക് വേണ്ടി നീ ആശുപത്രിയിൽ ചിലവഴിക്കുന്ന പണമുണ്ടല്ലോ, അതാണ് നിന്റെ ജീവിതത്തിൽ നീ ചിലവഴിക്കുന്ന സമ്പത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നതും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതും എന്ന് പറഞ്ഞ് ഒരു പുരുഷന്റെ അധ്വാനത്തിന് അർത്ഥമുണ്ടാക്കിയ മതമാണ് ഇസ്ലാം. പകലന്തിയോളം പണിയെടുക്കുന്ന, വിയർപ്പൊഴുക്കുന്ന, കണ്ണീര് വാർക്കുന്ന, പല രാവുകളെയും പകലാക്കുന്ന കുടുംബനാഥന്മാരുണ്ട്. പ്രവാസത്തിന്റെ പ്രയാസം പേറി കടല് കടന്ന് ജീവിതത്തിന്റെ സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ച് ഇരുട്ടുമുറിയിൽ ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. അവരുടെ അധ്വാനം ഒരു കുടുംബം പുലർത്താനാണെങ്കിൽ അവർക്ക് അതുവഴി പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ച് ഒരു പുരുഷന്റെ ജീവിതത്തിന്റെ അമാനത്തിന്റെ ലോകം അവന് മുന്നിൽ തുറന്നുകൊടുത്ത ഇസ്ലാമിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അലസന്മാരാകാതെ, മടിയന്മാരാകാതെ, ആനുകൂല്യം പറ്റികളാകാതെ വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കി കുടുംബം പുലർത്തുക എന്നത് പരലോകപരമായ പുണ്യമായിട്ട് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇതേപോലെ ഒരു വീട്ടിൽ ഒരു പെണ്ണിന് അവളുടേതായ കടമകളുണ്ട്. ആ കടമകൾ അവൾ നിർവഹിക്കണം. തനിക്ക് ജോലി നേടണം, തനിക്ക് കൂലി നേടണം എന്ന് പറയുമ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിസാഉക്കും മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിന് അർഹത നേടുന്ന പെണ്ണ് അവളുടെ ജീവിതം ഏതെന്ന് നിനക്കറിയാമോ? അൽ വലൂദ് അൽ വദൂദ് അൽ അഊദ് ലി സൗജിഹ, ഏറ്റവും കൂടുതൽ മക്കളെ പ്രസവിക്കുന്ന പെണ്ണിന് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പ് സാധ്യമാവണമെങ്കിൽ
പോപ്പുലേഷൻ ഈ ലോകത്ത് ഉണ്ടാവണമെങ്കിൽ, മനുഷ്യകുലം കാലഹരണപ്പെട്ടു പോവാതിരിക്കണമെങ്കിൽ സ്ത്രീകൾ അവരുടെ ധർമ്മം നിർവഹിക്കാൻ തയ്യാറാവുക എന്നത് ഉത്തരവാദിത്തമാണ്. നമ്മുടെ മാതാപിതാക്കൾ ഈ ബാധ്യത വലിച്ചെറിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ ഒരു ജനസമൂഹം, മനുഷ്യവർഗം നിലനിൽക്കുകയില്ല. അതുകൊണ്ട് പ്രസവിക്കാൻ വയ്യ, കുടുംബപരമായ ഉത്തരവാദിത്തം വയ്യ എന്ന് പറഞ്ഞ് ബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞ് മാറുകയും അമാനത്തുകളെ മറന്നു പോവുകയും ചെയ്യുന്ന പെണ്ണിനോടാണ് നീ ഗർഭം ചുമക്കുന്ന കാലം ഛർദിച്ച് പരവശയായാലും വിശന്ന് കരഞ്ഞാലും നിനക്ക് തിരിയാനും മറിയാനും കഴിയാതെ എഫേർട്ടുകൾ എടുക്കേണ്ടി വന്നാലും 35ഓളം എല്ലുകൾ ഒരു ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കുന്ന വേദന സഹിച്ച് നീ പ്രസവിക്കുന്നുവെങ്കിലും ആ എടുക്കുന്ന എഫേർട്ടുകൾക്ക് ഒരു കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നീ ഇരിക്കുന്ന കാവലിന്, നിന്റെ കരുതലിന് നിനക്ക് സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ആ അമാനത്തുകളൊക്കെ വേണ്ടെന്ന് വെക്കുക എന്ന് പറയുന്നത് പരലോകത്തിന്റെ കാര്യത്തിൽ നമുക്ക് പരാജയമാണ്. അതിനുമപ്പുറത്ത് അൽ വദൂദ്, കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കുക എന്നതൊരു പെണ്ണിന്റെയും പുരുഷന്റെയും അമാനത്താണ്, ഉത്തരവാദിത്തമാണ്. ഒരു ഭർത്തൃ വീട്ടിലേക്ക് ഒരു പെണ്ണ് കയറി ചെല്ലുന്നുവെങ്കിൽ ആ ഭർത്തൃ വീട്ടിലെ എല്ലാവർക്കും അവളുടെ സ്നേഹത്തിൽ, അവൾ വിളമ്പുന്ന സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ അവൾക്ക് സ്വർഗമുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുകയും പരസ്പരം ശത്രുക്കളായി മാറാതിരിക്കുകയും വാശിയും പകയും വലിച്ചെറിഞ്ഞ് പരസ്പരം കരുണയോടെ സ്നേഹത്തോടുകൂടി ഒരു കുടുംബം പുലർത്തണമെന്ന ബാധ്യതയാണ് അത് പഠിപ്പിച്ചു തരുന്നത്. പലപ്പോഴും സ്നേഹശൂന്യതയും സ്നേഹത്തിന്റെ മരീചികയുമാണ് നമ്മുടെയൊക്കെ വീടകങ്ങൾ. അവിടെ പരസ്പരം സ്നേഹിക്കുന്ന കുടുംബാംഗങ്ങൾ പുലർത്തുന്ന അമാനത്ത് വഴി ഒരു കുടുംബത്തിലുണ്ടാകുന്ന സന്തോഷം സ്വർഗീയ പുണ്യമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു. മറ്റൊന്ന് അൽ അഊദു ലി സൗജിഹ, തന്റെ ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളെയും ശ്രദ്ധിക്കുന്ന ഒരു പെണ്ണിന് അതുവഴി സ്വർഗമുണ്ട് എന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ത്യാഗം സമർപ്പിച്ച് സഹിക്കാൻ തയ്യാറായി, ക്ഷമിക്കാൻ തയ്യാറായി, ഉറക്കമിളക്കാൻ തയ്യാറായി, ആശുപത്രിയിൽ കൂട്ടിരിക്കാൻ തയ്യാറായി പരസ്പരം കാണിക്കുന്ന അമാനത്തുകളുണ്ടല്ലോ, ഈ കമ്മിറ്റ്മെന്റുകൾ പരലോകത്തിലേക്കുള്ള പുണ്യമായിട്ടും ദീനിന്റെ പകുതി നന്മകൾ നേടിക്കിട്ടുന്ന അവസരങ്ങളായിട്ട് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ അമാനത്തുകളിൽ നിന്ന് ഒളിച്ചോടാതിരിക്കാനും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏതൊരു റോള് നിർവഹിക്കുമ്പോഴും അത് എന്ത് എന്ന് ഇസ്ലാമികമായി പഠിക്കാനും നമുക്ക് ബാധ്യതയുണ്ട് എന്ന് നാം തിരിച്ചറിയുക. മറ്റൊന്ന്, നമ്മുടെ വീട്ടിലെ മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് വീട്ടിൽ പലർക്കും സമയമില്ല എന്നതാണ്. വാപ്പാക്ക് സമയമില്ല, ഉമ്മാക്ക് സമയമില്ല, ഭാര്യക്ക് സമയമില്ല, ഭർത്താവിന് സമയമില്ല, മക്കൾക്ക് സമയമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ, ദുഃഖങ്ങൾ ഇറക്കി വെക്കാൻ, സങ്കടങ്ങൾ പറയാൻ, ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ, കുടുംബ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒരുമിച്ച് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മളുടെ വീടുകളിലില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും മൊബൈൽ ഫോണിന്റെ ലോകത്ത് കളിച്ചിരി തമാശകളും വൃത്തികേടുകളും മ്യൂസിക്കും സിനിമകളുമായി അവരവരുടേതായ ലോകത്ത് തളച്ചിടപ്പെട്ടതിന്റെ ദുരന്തം അല്പമൊന്നുമല്ലാത്ത വിധം ഒരു വീടിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. നമ്മുടെ ഭാര്യയോട് മുഖത്തേക്കൊന്ന് നോക്കാൻ, അവളോടൊന്ന് സംസാരിക്കാൻ ഒരു പെണ്ണ് നമ്മുടെ വീട്ടില്, നമ്മുടെ ഉപ്പ എന്ന് പറയുന്ന, ഉമ്മ എന്ന് പറയുന്ന രണ്ട് പഴന്തുണി കഷ്ണങ്ങളുണ്ടല്ലോ, അനാദരവിന്റെ വേദനയിൽ രാവും പകലും കണ്ണീര് വാർത്ത് ജീവിക്കുന്ന രണ്ട് ജന്മങ്ങൾ, ഒരായുഷ്കാലം മുഴുവൻ നമുക്ക് വേണ്ടി ചിലവഴിച്ചിട്ടും യാതൊരു നന്ദിയും കിട്ടാത്ത വിധം, പരിഗണനയും കിട്ടാത്ത വിധം ഒരു വീട്ടില് പ്രയാസം പേടുന്ന ഉപ്പ ഉമ്മ എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങൾ. അവർക്കൊരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് ടെൻഷനുകളുണ്ട്. ആ ടെൻഷനുകൾ കേൾക്കാൻ ആരാ ഉള്ളത്? നമ്മുടെ പൊന്നുമോക്ക് എന്തെല്ലാം വേദനകളുണ്ട്. ഒരുപാട് ചതിക്കുഴികളിൽ ചെന്നുപെട്ട് കരകയറാൻ കഴിയാത്ത വിധം തൂങ്ങിയാടുമ്പോഴാണ്, ആത്മഹത്യ ചെയ്യുമ്പോഴാണ് എന്റെ മകൾ ഇത്രയുമേൽ വലിയ ജീവിത സംഘർഷത്തിലായിരുന്നു എന്ന് പല ഉപ്പമാരും അറിയുന്നത്. നമ്മുടെ ഭാര്യയ്ക്ക് എന്തെല്ലാം വേദനകളുണ്ട്. പല കുടുംബിനികളുടെയും കിടപ്പുമുറിയിലെ തലയിണകൾ കണ്ണീരിൽ കുതിർന്നിട്ടുണ്ട്. അവൾക്ക് ആരോട് പറയാൻ? കൗൺസിലിംഗ് കേന്ദ്രങ്ങളിലാണ് അത്രേ ഇറക്കി വെക്കേണ്ടത്. സ്വന്തം കിടപ്പുമുറിയിലെ സങ്കടങ്ങൾ ഒരു ഭർത്താവിനോട് ഇറക്കി വെക്കാനുള്ള ഒരു ഏറ്റവും വലിയ മരത്തണലായി ഒരു ഭർത്താവ് മാറേണ്ടുന്നതിന് പകരം അതൊക്കെ ബാക്കിയുള്ളവരോട് ജീവിതത്തിന്റെ രഹസ്യങ്ങൾ പോയി പറയേണ്ടി വരുന്ന ഗതികേടെത്രയാണ്. അവിടെയാണ് ലിതസ്കുനു ഇലൈഹ എന്ന പ്രയോഗം. സമാധാനം കണ്ടെത്താനാണ് ഇണതുണകളായി ആണിനെയും പെണ്ണിനെയും അള്ളാഹു സൃഷ്ടിച്ചത് എന്നതാണ്.
ഒരു പെണ്ണിന്റെ സങ്കടങ്ങൾ ഒരുപാടുണ്ട് അവൾക്ക്. അത് ഇറക്കി വെക്കാനുള്ള നെഞ്ചും കൂടെ ഒരു വലിയ തണലായി, ഒരു താങ്ങായി ഒരു പുരുഷന് മാറാൻ കഴിയാത്തിടത്തോളം അയാൾ ഒരു നല്ല ഭർത്താവല്ല എന്നതാണ്. അതേപോലെ തന്നെ ഒരു പുരുഷനുള്ള ദുഃഖങ്ങൾ ഇറക്കി വെക്കാനുള്ള അത്താണിയും തന്റെ പ്രാണപ്രേയസിയുമാണ് പ്രിയപ്പെട്ട ഭാര്യ എന്ന് പറയുന്നത്. അതങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ ധർമ്മം നിർവഹിക്കാത്ത വിധം, ഒന്ന് കിടന്നുറങ്ങുമ്പോൾ അല്പനേരം സംസാരിക്കാൻ പോലും കിട്ടാത്ത വിധം ഓരോരുത്തരും സിനിമകളിലും തിയേറ്ററുകളിലുമാണ്. ഹോം തിയേറ്ററുകൾ ഉണ്ടാക്കി വെച്ച് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ദിക്ർ ചൊല്ലി കഴിയേണ്ട വാപ്പാക്കും ഉമ്മാക്കും ജരാനരകൾ ബാധിച്ച് ഖബറിലേക്കുള്ള ദൂരം അടുത്ത് കിടക്കുമ്പോഴും അശ്ലീലതകളും വൃത്തികേടുകളും സിനിമകളും സെലിബ്രിറ്റികളും നടീനടന്മാരുടെ പ്രകടനങ്ങളും കാണാൻ വിധിക്കപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കും വീടകങ്ങളിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പരലോക നഷ്ടം മാത്രമാണ്. ഇവിടെയാണ് ഇത്തരത്തിലുള്ള ദുഷിച്ച സംവിധാനങ്ങളെയൊക്കെ മാറ്റിവെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ, ഇടപഴകാൻ, ഇറക്കി വെക്കാനുള്ള ഒരു വേദിയായി നമ്മുടെ വീട് മാറിയിട്ടില്ലെങ്കിൽ നമ്മുടെ മോള് ചാടിപ്പോകും. നമ്മുടെ മോൻ ലഹരിയുടെ ലോകത്തേക്ക് എടുത്തെറിയപ്പെടും. നമ്മുടെ കുട്ടിയെ മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ദുരന്തം തീർച്ചയായിട്ടും ഉണ്ടാകും. ഷെയർ ചെയ്യുന്ന, സംസാരിക്കുന്ന, പങ്കുവെക്കുന്ന മാതാപിതാക്കളുള്ള ഒരു വീട്ടിൽ നമ്മുടെ മക്കളെ പതിയിരിക്കുന്ന ചതുപ്പുനിലങ്ങളെയും ചതിക്കുഴികളെയും കണ്ടെത്താൻ നമുക്ക് കഴിയും. അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. വീട്ടിലുള്ള പ്രയാസവും പ്രശ്നവും ദുഃഖങ്ങളും എന്ത് എന്ന് തിരിച്ചറിയാൻ കഴിയും. ആധുനിക കുടുംബത്തോട് ഏത് തിരക്കുകൾക്കിടയിൽ, ഏതെല്ലാം ജോലികൾക്കിടയിൽ നമ്മൾ നെട്ടോട്ടമോടിയാലും വീട്ടിലുള്ള ബന്ധങ്ങൾക്ക് പവിത്രത കൽപ്പിക്കാത്തിടത്തോളം കാലം നമ്മുടെ അന്വേഷണങ്ങൾക്കും നമ്മുടെ അധ്വാനങ്ങൾക്കും പരലോകത്ത് പ്രതിഫലമുണ്ടാവില്ല എന്ന് നാം ഭയപ്പെടേണ്ടതുണ്ട്. അവിടെയാണ് ഇപ്പൊ നമുക്കറിയാം, പെരുന്നാളാണ്. കുടുംബ ബന്ധങ്ങളെ വിളക്കി ചേർക്കാൻ, പരസ്പരം സന്ദർശിക്കാൻ, അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ബന്ധങ്ങളെ കൂട്ടിയിണക്കാൻ അള്ളാഹു ഒരു അവസരമായിട്ടാണ് ഈ ദിവസങ്ങളെ നമുക്ക് നൽകിയിട്ടുള്ളത്. അങ്ങനെ അവസരങ്ങൾ തന്ന്, സാഹചര്യങ്ങൾ തന്ന് ബന്ധങ്ങളെ ചേർത്ത് പിടിക്കാൻ ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ വീടിനെ കൂടുതൽ ഊഷ്മളമാക്കാൻ, അവരോടൊത്ത് കുടുംബത്തോടൊപ്പം ഒന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും കാറിലിരുന്ന് മ്യൂസിക് കേൾക്കുക എന്നതല്ലാതെ, അല്ലെങ്കിൽ തന്റെ ജോലിക്കാരും ചർച്ച ചെയ്യുക എന്നതല്ലാതെ, ആ കാറിൽ മറുസീറ്റിലിരിക്കുന്ന ഭാര്യയോടോ മക്കളോടോ ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള തിരക്കുകൾ നമുക്കുണ്ടാവരുത് സഹോദരങ്ങളെ. അത് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയായി, കുടുംബത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി നിലനിൽക്കുന്നതാണ്. മറ്റൊന്ന്, നമ്മുടെ കുട്ടികൾ വിവാഹം വേണ്ട എന്ന് പറയുന്നത് ആധുനിക സമൂഹത്തിലെ മറ്റൊരു പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്. പല മക്കളും ഇന്ന് കല്യാണത്തിന് തയ്യാറല്ല. ഞങ്ങൾക്ക് വിവാഹം വേണ്ട, കുടുംബം വേണ്ട എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് ഒരു കുട്ടി തീരുമാനമെടുക്കാനുള്ള കാരണം, നിരവധി കാരണങ്ങളുണ്ട്. ലിബറലുകളുടെ സ്വാധീനം ഒരർത്ഥത്തിൽ ശരിയാണ്, ഫെമിനിസ്റ്റുകളുടെ സ്വാധീനം ഒരർത്ഥത്തിൽ ശരിയാണ്. പലപ്പോഴും കരിയറാണ് ജീവിതമെന്ന് പറഞ്ഞു പഠിപ്പിക്കുകയും സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവാർജിക്കുകയും എന്നിട്ട് ആരുടെ മുന്നിലും ആശ്രയിച്ച് ജീവിക്കേണ്ടതില്ല എന്ന് അവതരിപ്പിക്കുകയും ഭർത്താവിനെ ശത്രുവായി ചിത്രീകരിക്കുകയും മാതാപിതാക്കൾ, അതായത് ഭർത്തൃമാതാവിനെയും ഭർത്തൃപിതാവിനെയും യുദ്ധക്കളത്തിലെ മറുചേരിയിലുള്ള ആളുകളായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത പലപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അറേഞ്ച്ഡ് മാരേജായി നടക്കുന്ന വിവാഹങ്ങളിൽ 1000 കല്യാണം നടന്നാൽ 990 വളരെ ശാന്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിലൊരു 10 എണ്ണത്തെ എടുത്ത് പർവ്വതീകരിച്ച് അത് വലിയ പ്രശ്നത്തിന്റെ ഒരു ലോകമായി ചിത്രീകരിച്ച് കുടുംബ ജീവിതത്തിൽ നിന്ന് നമ്മുടെ മക്കളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും യൂട്യൂബർമാരിലൂടെയും ബ്ലോഗർമാരിലൂടെയും ക്ലാസ് മുറികളിലൂടെയും നടക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. അതൊരു ഭാഗത്ത് മാറ്റിവെച്ചാൽ, മാതാപിതാക്കൾ തമ്മിലടിക്കുമ്പോൾ അവർക്കിടയിലുള്ള ബ്രോക്കൺ ഫാമിലീസ്, സ്പർദ്ധ, അത് കാരണത്താൽ നമ്മുടെ കുട്ടികൾ ചിന്തിക്കാൻ, എന്റെ വാപ്പിയും ഉമ്മയും എന്തായാലും ഇങ്ങനെയാണ്, എന്റെ വീടകം ഒരു യുദ്ധക്കളമാണ്, അതുകൊണ്ട് എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു ജീവിതം ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആരാണ് സുഹൃത്തുക്കളെ കുടുംബം എന്ന് പറയുന്ന പരിപാവനമായ ഈ സ്ഥാപനത്തെ വളരെ വികലമായ ഒരു ബാറ്റിൽ ഫീൽഡായി നമ്മുടെ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് അവതരിപ്പിച്ചു കൊടുത്തത്? ചില ഭർത്താക്കന്മാരുണ്ട്, ആ വീട്ടിലെ തന്റെ ഇണയുടെ സാമ്പത്തിക ആവശ്യങ്ങൾ ഒന്നും തന്നെ നിറവേറ്റിക്കൊടുക്കാത്തവർ. അത്തരം പെൺകുട്ടികൾ എനിക്ക് പഠിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, എനിക്കൊരു ജോലി ആർജിക്കണം എന്ന് ചിന്തിച്ച് വീട് വിട്ടിറങ്ങിയാൽ അത്തരം ഒരു ലോകം തെരഞ്ഞെടുത്ത് അതിന്റെ ഭാഗമായി
സമൂഹത്തിൽ അവൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന, അവൾക്ക് അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ലാത്ത ഭാരങ്ങൾ അവളുടെ തലയിൽ ചുമത്തിക്കൊടുത്തതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഒരു സ്റ്റേ ഫ്രീ വാങ്ങാനുള്ള പണം പോലും, ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യം പോലും ഒരു പെണ്ണിന് നിറവേറ്റി കൊടുക്കാത്തവൻ എങ്ങനെയാണ് ഒരു പുരുഷനാവുക? കുറെ കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കുകയോ കുറെ ഉടുക്കാനുള്ള വസ്ത്രം കൊടുക്കുകയോ ചെയ്യുന്നതിനപ്പുറത്ത് പണത്തിന്റെ ആവശ്യത്തിന് ഒരു പെണ്ണിന് പണം വേണ്ടി വരും. അത് കുടുംബജീവിതത്തിലെല്ലാം എന്റെ ഉമ്മ അറിഞ്ഞാൽ മതി. എല്ലാ പണം കൊണ്ടുപോയി ഉമ്മാക്ക് കൊടുക്കുകയാണ്, വാപ്പാക്ക് കൊടുക്കുകയാണ്. തന്റെ സഹധർമ്മിണിക്ക് അവളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി ബാക്കിയുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഗതികേടിലേക്ക് ഒരു പെണ്ണിന്റെ ജീവിതത്തെ എടുത്തെറിഞ്ഞപ്പോഴുണ്ടായ ദുരന്തമാണ് പലപ്പോഴും വീട് വിട്ടിറങ്ങുന്ന സ്ത്രീകളുടെ എണ്ണം ധാരാളമായി വർദ്ധിച്ചതും അതൊരു വലിയ പ്രതിസന്ധിയായി കുടുംബത്തിൽ മക്കളെ നോക്കാൻ വാപ്പയും ഉമ്മയും ഒരുപോലെ ഇല്ലാത്തൊരവസ്ഥ വരെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ജോലിക്കിറങ്ങുന്ന ഒരു പെണ്ണ് അവളുടെ സാരിത്തുമ്പിലോ അവളുടെ പർദ്ദ പിടിച്ചിട്ട് ഉമ്മ പോവല്ലേ എന്ന് പറയുന്ന കുഞ്ഞിനെ ഇട്ടെറിഞ്ഞ് പോവാൻ ഒരു ഉമ്മയുടെ മനസ്സ് പാകപ്പെട്ടാൽ, വാർദ്ധക്യത്തിൽ ജരാധരകൾ ബാധിച്ച് തളർന്നിരിക്കുമ്പോ അമേരിക്കയിലേക്ക് പോകുന്ന മകനും മകളും അവർ ഇറങ്ങിപ്പോകുമ്പോ പോകരുത് എന്ന് പറഞ്ഞാലും പോകാതിരിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ മക്കൾക്കുണ്ടാവില്ല. അവർക്ക് കിട്ടാത്തത് എങ്ങനെയാണ് അവർ തിരിച്ചു നൽകുക? അതുകൊണ്ട് ബന്ധങ്ങൾ എന്ന് പറയുന്നത് പവിത്രപൂർണമാണ്. ആ ബന്ധങ്ങൾ സ്വർഗം വരെ സഞ്ചരിക്കേണ്ടതാണ്, കൺകുളിർമയോടുകൂടി മുന്നോട്ട് നയിക്കേണ്ടതാണ്. അവിടങ്ങളിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കാതെ ഓരോരുത്തരുടെയും അവരോടുള്ള കടമകൾ നിർവഹിക്കുന്നതിനോടൊപ്പം അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ കുടുംബം ശാന്തസുന്ദരമായി മുന്നോട്ട് പോവുക. ഇതൊരു പരലോക ബാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും പാലിച്ച് ഓരോ ചുവടും മുന്നോട്ട് വെക്കാൻ നമുക്ക് കഴിയണം. അതില്ലാതെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ധാരാളക്കണക്കിന് എണ്ണിയാൽ തീരാത്ത വിധം പ്രതിസന്ധികൾ ഉണ്ടാകും. ഒരു പെൺകുട്ടി ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വിവാഹം വേണ്ടെന്ന് പറഞ്ഞാലും അവളിലൂടെ പിന്നീട് കാണപ്പെടുന്നത് കല്യാണം വേണ്ട, എനിക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞാൽ അവൾ പഠിച്ചോട്ടെ, അവൾക്ക് ജോലി കിട്ടിക്കോട്ടെ. പക്ഷേ വിവാഹത്തിലൂടെ നേടേണ്ടത്, വിവാഹത്തിന് മുമ്പ് പ്രണയത്തിലൂടെ നേടുന്ന, ലിവിങ് ടുഗദറിലൂടെ നേടുന്ന ഒരവസ്ഥ, വിവാഹം വേണ്ട എന്ന് പറയുന്നവർ വേണ്ടെന്ന് പറഞ്ഞാൽ മര്യാദക്ക് കോളേജിൽ പോയി കലാലയത്തിൽ പോയി അച്ചടക്കത്തോടെ ധാർമ്മിക ശുദ്ധിയോടുകൂടി പഠിച്ച് കുടുംബത്തിൽ ഒരു വെല്ലുവിളിയാവാതെ തിരിച്ചു വരണം. അതിനു പകരം സകല ആളുകളുടെയും കൂടെ ശരീരം പങ്കുവെച്ച് പാതിരാത്രി വരെ തെരുവീതികളിലൂടെ ബൈക്കിൽ കറങ്ങി വാപ്പയും ഉമ്മയും അറിയാതെ ലോഡ്ജിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങി തോന്നിയാസം ചെയ്യുന്ന പ്രവർത്തനം ഉണ്ടല്ലോ. എന്നിട്ട് കുടുംബം വേണ്ട, വിവാഹം വേണ്ട എന്ന് പറയുന്നത് അത് അപരാധമാണ്, അത് സാമൂഹിക ദുരന്തമാണ്. ഇപ്പം മുറവിളി കൂട്ടുന്നത് ലഹരിക്കെതിരെയാണെങ്കിൽ അടുത്ത തലമുറയുടെ വെല്ലുവിളിയും അവർ അനുഭവിക്കുന്ന പ്രതിസന്ധിയും എയ്ഡ്സും സിഫിലിസും ഗൊണേറിയയുമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത്രമേൽ ലൈംഗിക അരാജകത്വം പരന്നൊഴുകുമാറ് നമ്മുടെ വീട്ടിൽ നിന്ന് പല പ്രതിസന്ധികളും ഉണ്ടാകുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ട് അവരവരുടേതായ ധാർമ്മിക ഉത്തരവാദിത്വവും ഇസ്ലാമിക കൽപ്പനകളും മര്യാദകളും പാലിച്ചു ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കണം. സഹോദരങ്ങളെ, ആയുസ് ഞെട്ടറ്റ് ഈ ലോകത്തോട് വിട പറയുന്നതോടുകൂടി പടച്ചറബിന്റെ നീതിയുടെ കോടതി പുലരും. അന്ന് പരാജയപ്പെടാതിരിക്കാനുള്ള അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളാണ് കുടുംബജീവിതത്തിൽ നമുക്ക് വന്നു കിട്ടിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രംഗത്ത് ഓരോരുത്തരുടെയും ചുമതലകളെ, ദൈവികമായി പഠിപ്പിക്കപ്പെട്ട ബാധ്യതകളെ മനസ്സിലാക്കി പെരുമാറാനുള്ള വിവേകവും ഇസ്ലാമിക ബോധവും തന്ന് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على خير خلقه محمد نبينا صلى الله عليه وآله وصحبه وسلم. സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും അനുസരിച്ചും പാലിച്ചും ഓരോ കാലടിയും മുന്നോട്ട് വെക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അഅ്ലമു അയ്യാമി ദുനിയ, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് യൗമുൻ നഹർ, ഒന്ന് ബലിപെരുന്നാൾ ദിവസവും, യൗമുൽ ഖർറ് ദുൽഹിജ്ജ 11 അതിനോടനുബന്ധമുള്ള ദിവസങ്ങളെയുമൊക്കെയാണ്. നമ്മൾ അയ്യാമു തശ്രീഖ് എന്നറിയപ്പെടുന്ന ദിവസങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ദിവസങ്ങളെ ഇസ്ലാമികമായി പരിചയപ്പെടുത്തിയത് അയ്യാമു തക്ബീർ, തക്ബീറുകൾ ഉരുവിടുന്ന
മുഴങ്ങിക്കേൾക്കുന്ന ദിവസമെന്നാണ്. നമസ്കാരങ്ങൾക്ക് ശേഷം, അതേപോലെ തന്നെ അങ്ങാടികളിൽ, വീട്ടിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് ദിക്ർ ചൊല്ലുന്ന, തക്ബീർ എടുക്കുന്ന, 2 തക്ബീറുകളും ഉരുവിടുന്ന, സാധാരണ നിലക്കുള്ള അല്ലാഹു അക്ബർ എന്ന തക്ബീർ ആവട്ടെ, പെരുന്നാളിൽ നിയമമാക്കി അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന തക്ബീറുകളാവട്ടെ, ഈ തക്ബീറുകൾ മുഖരിതമാവേണ്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അയ്യാമു തശ്രീഖിലെ ദുൽഹിജ്ജ 13 അസ്ർ വരെ ഈ പറയപ്പെട്ട തക്ബീർ ചൊല്ലുന്നത് പ്രത്യേക പുണ്യവും സുന്നത്തുമായി നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത് അയ്യാമുൽ ളിയാഫയാണ്, ആതിഥ്യമരുളേണ്ട ദിവസങ്ങളാണ്. നമ്മുടെ വീടുകളിലേക്ക് കക്ഷി രാഷ്ട്രീയ മതജാതി ഭേദമന്യേ അതിഥികളെ സ്വീകരിക്കാൻ, കുടുംബങ്ങളെ സ്വീകരിക്കാൻ, അവർക്ക് സൽക്കാരമൊരുക്കാൻ, ബന്ധങ്ങൾ ചേർത്തുവെക്കാൻ നിയമമാക്കപ്പെട്ട, പുണ്യമെന്ന് കൽപ്പിക്കപ്പെട്ട ദിവസങ്ങളിലൂടെയാണ്. അയ്യാമുൽ അലാഹി, ഉലുഹിയത്ത് എന്ന് പറയുന്നത് ബലിപെരുന്നാൾ ദിവസം മാത്രമല്ല. ഇപ്പൊ ഒരാൾക്ക് തീരുമാനിച്ച് ബലിപെരുന്നാളിന്റെ ഉരുവിനെ എനിക്ക് അറുക്കണം എന്ന് ഇപ്പൊ തീരുമാനിച്ച് അയാൾ അറുത്താലും അത് ബലിമൃഗമായി പടച്ച റബ്ബിന് അർപ്പിച്ച ഒരു പുണ്യമായി, ഉലുഹിയത്തായി അത് പരിഗണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉലുഹിയത്തിന്റെ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തഹരീമുസ്സിയാം, ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നത് ഹറാമാണ് എന്നാണ് അജ്മഅൽ ഉലമ, മുഴുവൻ പണ്ഡിതന്മാരും ഏകോപിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് അയ്യാമു തശ്രീഖിൽ, ബലിപെരുന്നാൾ കഴിഞ്ഞിട്ട് ഈ 3 ദിവസങ്ങളും നോമ്പെടുക്കാത്ത വിധം ഭക്ഷണം കഴിക്കാനും മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കാനും വിരുന്ന് സൽക്കാരങ്ങൾ ഒരുക്കാനുമുള്ള പുണ്യ ദിവസങ്ങളായി ഈ ദിവസങ്ങളെ കാണണമെന്നതാണ്. അയ്യാമു ദുആ ലാ യുറദ്, തള്ളപ്പെടാത്ത ദിവസങ്ങളാണ് അയ്യാമു തശ്രീഖ്. പ്രാർത്ഥന തള്ളപ്പെടാത്ത ദിവസങ്ങൾ, അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൈകൾ നീട്ടാനും ജീവിതത്തിന്റെ ആവശ്യങ്ങൾ ഇരന്നു വാങ്ങാനും ചോദിച്ചു നേടാനുമുള്ള ദിവസങ്ങളാണ്. അതത് ദിവസങ്ങളെ അവയുടെ മഹത്വത്തോടുകൂടി വരവേൽക്കുന്ന, പടച്ചറബ് പുണ്യമെന്ന് പറഞ്ഞ് ചിഹ്നമെന്ന് പറഞ്ഞവയെ ഭക്തിയോടെ സ്വീകരിക്കുന്ന മനസ്സാർജിച്ചാൽ അള്ളാഹുവിൽ നിന്ന് ഒരുപാട് കൂലി നമുക്ക് വാരിക്കൂട്ടാൻ കഴിയും. നമ്മളോട് കരുണാവാരിധിയായ നമ്മുടെ റബ്ബ്, മാ ഗറക ബിറബ്ബിക്കൽ കരീം, അല്ലയോ മനുഷ്യ, ഔദാര്യവാനായ നിന്റെ റബ്ബിന്റെ ഔദാര്യം നേടിയെടുക്കുന്ന വിഷയത്തിൽ ആരാണ്, എന്താണ് നിന്നെ വഞ്ചിച്ചത് എന്ന ചോദ്യത്തിന് മുന്നിൽ തളർന്നു പോവാതെ ഓരോ സമയത്തെയും ഫലപ്രദമായി വിനിയോഗിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കണം. അള്ളാഹു എല്ലാ നന്മക്കുമുള്ള തൗഫീഖേകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബെ, അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച നിരവധി പാപങ്ങളുണ്ട്. എല്ലാം ഞങ്ങളോട് പൊറുക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങളോട് മാപ്പാക്കി തരണമേ അല്ലാ. നിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചും പാലിച്ചും മുന്നോട്ട് പോവാനുള്ള ഇസ്ലാമിക ജ്ഞാനവും വിവേകവും അറിവും ക്ഷമയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അള്ളാഹുവേ, പലവിധ രോഗങ്ങൾ കൊണ്ട് ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്ക് സഞ്ചരിക്കാൻ വിധിക്കപ്പെട്ട പാവങ്ങളുണ്ട്. ലക്ഷങ്ങൾ ചിലവ് വരുന്ന രോഗങ്ങൾ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കരുതേ അല്ലാ. കടം കൊണ്ട് തളർന്നു പോകുന്ന അസുഖങ്ങൾ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കരുതേ അല്ലാ. ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ കൂലിയിലും ഞങ്ങളുടെ ഉപജീവനത്തിലും നിന്റെ റഹ്മത്തും ബറക്കത്തും ഫളലും നീ വർഷിക്കണം റഹ്മാനെ. പടച്ച റബ്ബേ, ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയവരെ മറക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ, കൂടപ്പിറപ്പുകൾ, ഇഷ്ടഭാജനങ്ങൾ, ആദർശ ബന്ധുക്കൾ, കൂട്ടുകുടുംബങ്ങൾ, അള്ളാഹുവെ, അവരുടെ ഖബറിടം നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണമേ അല്ലാ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. നമ്മുടെ അബൂ സാഹിബിന്റെ മകൻ അർഷക് എന്ന് പറയുന്ന നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസിലെ ഒരുപാട് ദഅ്വ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു കുട്ടി ആക്സിഡന്റ് പറ്റി ആശുപത്രിയിൽ ICUവിലാണ്. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിന് പൂർണ്ണമായ ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആരോഗ്യത്തോടുകൂടി നമ്മളോടൊപ്പം തിരിച്ചെത്താനുള്ള ആഫിയത്ത് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ അള്ളാഹു എപ്പോഴും രക്ഷിക്കുമാറാവട്ടെ. അപകടങ്ങളിൽ നിന്നും ആകസ്മിക മരണങ്ങളിൽ നിന്നും അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു വിഭാഗം നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുമ്പോൾ സ്വർഗപുങ്കാവനത്തിലേക്ക് പോകുന്നവരിൽ നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.